ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം ക്ലോസ് ചെയ്തു. എന്നിട്ടാണ് മനസ്സിലാവുന്നത് there are some sort of errors. അപ്പോഴേക്കും നെറ്റ് പ്രോഫിറ്റ് ഒക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. What we will do? Rectification of errors in subsequent accounting period. That too in 2 minutes. നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ടില്ലേ? എന്താ ഈ നോമിനൽ അക്കൗണ്ട്സ്? എക്സ്പെൻസ് ഓർ ലോസ്, റവന്യൂ ഓർ ഗെയിൻ, ഇത് ഡീൽ ചെയ്യുന്നതാണ് നോമിനൽ അക്കൗണ്ട്. നമ്പർ 1. Now, when error is happening and it is found out in the next accounting period, we have to open a temporary account called profit and loss adjustment account. Now, what is the relevance between profit and loss adjustment account and nominal account? നമുക്കിതൊരു എക്സാമ്പിളിലൂടെ നോക്കിയാലോ? Salary paid wrongly posted to drawings account. എന്താ കറക്റ്റ് എൻട്രി വരിക? സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. പക്ഷെ ഞാൻ എന്ത് ചെയ്ത് വെച്ചു? അറിയാതെ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്ന് എഴുതി വെച്ചു. ക്യാഷ് ബുക്കിൽ തെറ്റ് വരില്ല എന്നുള്ളത് അറിയാലോ അല്ലേ? സോ ഹിയർ റെക്ടിഫിക്കേഷൻ എൻട്രി എന്താ വരിക? അഫ്കോഴ്സ് സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ഡ്രോയിങ്സ് അക്കൗണ്ട്. ഇതിൽ ഏതാ നോമിനൽ അക്കൗണ്ട്? അഫ്കോഴ്സ് സാലറി. ആൻഡ് ഇതിൽ ഏതാണ് പേഴ്സണൽ അക്കൗണ്ട്? ഡ്രോയിങ്സ്. ഞാൻ എന്താ തുടക്കത്തിൽ പറഞ്ഞത്? പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിനെ ബാധിക്കുന്ന കാര്യങ്ങളിലൊക്കെ പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഇട്ടിട്ട് റീപ്ലേസ് ചെയ്യുക. എൻട്രി വിൽ ബി സിമ്പിൾ ഇൻ ദ നെക്സ്റ്റ് അക്കൗണ്ടിംഗ് പീരിയഡ്. എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. സോ ദ എൻട്രി വിൽ ബി പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡ്രോയിങ്സ് അക്കൗണ്ട്. സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ഡ്രോയിങ്സ് അക്കൗണ്ട്. എൻട്രി is replaced with P&L adjustment account debit to drawings account. So whenever the error is rectified in the next accounting period, all those accounts, especially nominal accounts, are rectified through using P&L adjustment account. ഇങ്ങനത്തെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കണോ? Please join Entry Elevate course. Thank you so much.